വ്യൂവേഴ്സ്, വെൽക്കം ടു ആയുർവേദ ടോക്സ്. ആയുർവേദ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, അതിന് എന്തൊക്കെ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാം, ആയുർവേദത്തിൽ എന്തൊക്കെ ഔഷധങ്ങൾ ഉപയോഗിക്കാം, എന്തൊക്കെ ഒറ്റമൂലികൾ ഉപയോഗിക്കാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സ്കിപ്പ് അടിക്കാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സൺലൈറ്റ് തന്നെയാണ് അല്ലെ. അപ്പൊ സൺലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ രാജ്യം, അതായത് ഇന്ത്യയിലത്തെ ഒരു രാജ്യം വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഏഷ്യൻ കൺട്രിയാണ്. അപ്പൊ ഏഷ്യൻ കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സൺലൈറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യം കൂടി തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു 70-90% ചെറുപ്പക്കാരിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ ഐഡന്റിഫൈ ചെയ്യുകയും അവർക്കത് വളരെ കുറവാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഒരുപാട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അതിന് പങ്കുണ്ട്. കാരണം നമ്മൾ വർക്ക് ഫ്രം ഹോം ആണ്, ഒരുപാട് കുറെ യുവ ജനത ഇപ്പോൾ അവര് വർക്ക് ഫ്രം ഹോം ആണ് കൂടുതലായിട്ട് അവർ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം അവർ വീടിന്റെ ഉള്ളിലായിരിക്കും. ഒരു രാവിലെ ഒരു 11 മണി തൊട്ട് രാത്രി ഒരു 11 മണി വരെ ആയിരിക്കും അവരുടെ ഇത് കണ്ടിന്യൂസ്ലി അവരൊരു ലാപ്ടോപ്പിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഫോണിന്റെ മുന്നിലോ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സൺലൈറ്റ് ആയിട്ടുള്ള എക്സ്പോഷർ കുറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് പിന്നെ ആഹാര രീതികളിലുള്ള നമ്മുടെ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ് അങ്ങനത്തെ ഉപയോഗങ്ങളൊക്കെ നമ്മുടെ ഇതിനെ ആശ്രയിക്കാം. ഞാൻ വഴിയെ പറയാം എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്, അതുപോലെ എന്തൊക്കെ ഒറ്റമൂലികൾ നമ്മൾ ഉപയോഗിക്കണം, എല്ലാം നമുക്ക് പറയാം. അതിനു മുൻപായിട്ട് നമ്മുടെ വൈറ്റമിൻ ഡി എന്നുള്ളത് വൈറ്റമിൻ ഡി ഫോമിലല്ല നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യുന്നത്, വൈറ്റമിൻ D3 എന്ന ഫോമിലാണ്. അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം കോളികാൽസിഫെറോൾ എന്ന രീതിയിലാണ്, അതാണ് ആക്റ്റീവ് ആയിട്ടുള്ള ഫോം. ഓക്കെ, വൈറ്റമിൻ D3. അപ്പൊ വൈറ്റമിൻ D3 എങ്ങനെയാണ് നമ്മൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം. അത് ഫസ്റ്റ് തന്നെ പറയാനാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി, അതായത് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വൈറ്റമിൻ ഡി, അതായത് UV റേസ്, ഇത് നമ്മുടെ ലിവറിലേക്ക് ഇത് കൊണ്ടുപോകുകയാണ്. അപ്പൊ ലിവറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ലിവറിൽ എങ്ങനെയാണ് അത് എത്തിക്കുന്നത്? കൊളസ്ട്രോളാണ് അതിനെ ലിവറിൽ പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ ലിവറിൽ കൊളസ്ട്രോള് വഴി അത് പ്രോസസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ പ്രോസസ് ചെയ്യപ്പെട്ടിട്ട് ഇത് വൈറ്റമിൻ ഡി, ഈ വൈറ്റമിൻ ഡി ഫോമില് കിഡ്നിയിലേക്ക് എത്തുകയും അത് അവിടെ വെച്ചിട്ട് വൈറ്റമിൻ D3 അഥവാ കോളികാൽസിഫെറോൾ ഫോമിലേക്ക് വരികയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ശരീരം വൈറ്റമിൻ D3 ഉണ്ടാക്കുന്നത്. അപ്പൊ ചില സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കാതെ നമ്മൾ ചിലപ്പോൾ സൺലൈറ്റ് കൊള്ളുന്നുണ്ടാവും, പക്ഷെ ഇത് ആഗിരണം ചെയ്യാനുള്ള ബോഡിയിലുള്ള കഴിവ് നമുക്ക് അല്ലെങ്കിൽ ആ കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് അതിന് ഉചിതമായ ട്രീറ്റ്മെന്റ്സുകൾ, ഔഷധങ്ങളൊക്കെ ആയുർവേദത്തിലൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിന് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. എന്തൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എടുക്കുക? നമ്മൾ ഒരു വർക്കും ചെയ്തില്ലെങ്കിലും നമ്മൾ സാധാരണയായിട്ട് പ്രത്യേകിച്ച് ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, പക്ഷെ സ്റ്റിൽ നമുക്കൊരു ഭയങ്കര ക്ഷീണമായിരിക്കും. അതേപോലെ തന്നെ ഒരു തലവേദന, ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന വരിക, പക്ഷെ ഭയങ്കര തലവേദനയല്ല, എന്നാലും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു തലവേദന എപ്പോഴും പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അതേപോലെ സന്ധികളിലെ വേദന, ബാക്ക് പെയിൻ, അതേപോലെ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ഉന്മേഷക്കുറവ്, അതുപോലെ നമ്മുടെ മൈൻഡ് മാനസികമായിട്ടും ഇത് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ഡിപ്രഷൻ, ചില സമയങ്ങളിലൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറയുന്നതുകൊണ്ട് ഡിപ്രഷൻ, സ്ട്രെസ് മുതലായ കാര്യങ്ങൾ വരാറുണ്ട്. അതുപോലെ മസിൽ ക്രാംസ് വരാറുണ്ട്. പിന്നെ ഇതങ്ങ് പെർസിസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് മുടികൊഴിച്ചിൽ വരാം, സ്കിന്നിൽ റാഷസ് വരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രശ്നമായിട്ട് വരാറുണ്ട്. അതുപോലെ കണ്ണിന് ഭയങ്കര അധികം സ്ട്രെയിൻ വരും. ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഒട്ടും അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് ലൈറ്റ് കണ്ണിലേക്ക് തട്ടുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇത് വളരെ വലിയ രീതിയിലൊക്കെ ആവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളിലാണെങ്കിൽ ഇതിന് റിക്കറ്റ്സ് എന്നാണ് പറയുന്നത്. റിക്കറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പലരും സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം റിക്കറ്റ്സ് എന്താണ്. റിക്കറ്റ്സ് എന്താണ്? നമ്മുടെ ബോൺസ് വളഞ്ഞു പോവാണ്. അതായത് നമുക്ക് ബോണുകൾക്ക് കറക്റ്റ് ഒരു മിനറൽസ് കിട്ടാതെ അവർ വളഞ്ഞു പോവാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിനെയും ഫോസ്ഫറസിനെയും ആഗിരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ അത് വൈറ്റമിൻ ഡി മാത്രമായിട്ടല്ല ലിങ്കപ്പെട്ടിരിക്കുന്നത്, കുറെ കാര്യങ്ങളായിട്ട് ഇത് ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കുറയും, ഫോസ്ഫറസ് കുറയും. നമുക്കറിയാം ഈ രണ്ട് മിനറൽസും ബോണുകളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ബോണിന്റെ ഡെൻസിറ്റി കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അഡൽട്സിലാണെങ്കിൽ ഇത് ഓസ്റ്റിയോ മലേഷ്യ ആയി മാറും, അല്ലെങ്കിൽ ഓസ്റ്റിയോ പൊറോസിസ് ആയി മാറും. അപ്പൊ ബോൺ ഡെൻസിറ്റി ഒക്കെ കുറയുന്ന പ്രശ്നങ്ങളിലേക്ക് മാറും. റിക്കറ്റ്സ് ആണെങ്കിൽ ചെറിയ കുട്ടികളിലാണ് റിക്കറ്റ്സ്, നടക്കുമ്പോൾ കാലൊക്കെ വളഞ്ഞു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. അപ്പൊ ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുട്ടികളിലും മുതിർന്നവരിലായാലും ഇത്തരം പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ അതിന് തക്കതായ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പൊതുവെ പറയുകയാണെങ്കിൽ 24 to 20 വയസ്സിന്റെ ഉള്ളിലുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. യുവജനതയിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്.
അതുപോലെ വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് കാൽസ്യം ഫോസ്ഫറസ് മാത്രമല്ല കുറയും, നമ്മുടെ അയൺ ഡെഫിഷ്യൻസി കുറഞ്ഞ് നമ്മൾ അനീമിക് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് കുറയും, നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള അലർജി കണ്ടീഷൻസ് വരും. എപ്പോഴും തുമ്മ, എപ്പോഴും കഫക്കെട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങൾ, പനി, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ വരുന്നത് കാണാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ D3 എങ്ങനെയൊക്കെയാണ് നമ്മൾ അത് അബ്സോർബ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് നമുക്ക് പറയാനുള്ളത് സൺലൈറ്റ് ആണ്. അപ്പം ഏത് സമയത്ത് സൺലൈറ്റ് ആണ് നമ്മൾ കൊള്ളണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവാറുണ്ട്, പലർക്കും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ളത് ഒരു 7:30 തൊട്ട് 8:30 വരെയുള്ള ടൈം ഉണ്ടല്ലോ, അതാണ് നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള നമുക്ക് സൂര്യന്റെ ഒരു റേസ് അബ്സോർബ് ചെയ്യാനുള്ള ഏറ്റവും നല്ല കറക്റ്റ് ടൈമിങ് രാവിലെ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 3:30 തൊട്ട് 4 മണി വരെ. ഓക്കെ, അതാണ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ നമ്മൾ ആ സമയത്തെ ഒരു ഇതാണ് 3:30 തൊട്ട് 4 മണി വരെയുള്ള ടൈമിലുള്ള വെയിൽ കൊള്ളുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പൊ സൺലൈറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇത് ആഗിരണം ചെയ്യാനായിട്ട് നമ്മൾ പുറത്ത് സൺ എക്സ്പോഷറിലും നടക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോ ആദ്യത്തെ സംഗതി സൺലൈറ്റ് ആണ്. ഇനി നമുക്ക് എന്താണ്, നമുക്ക് പ്രധാനപ്പെട്ട നമുക്ക് ഫുഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിലേക്ക് വരാം. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കൂടാനായിട്ട് എന്തൊക്കെ കഴിക്കണം എന്ന് നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ അതിൽ ആദ്യമായിട്ട് പറയേണ്ടത് വൈറ്റമിൻ ഡി ആണ് പ്രശ്നം എന്നെങ്കിലും നമുക്ക് വൈറ്റമിൻ എ റിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് വൈറ്റമിൻ ഡി കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പൊ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ അടങ്ങിയിരിക്കുന്നത് ചെറുമീനുകളിലാണ്. പ്രത്യേകിച്ച് അയില, അതേപോലെ മത്തി, അതേപോലെ ചൂര, അങ്ങനത്തെ മീനുകളുണ്ടല്ലോ, അങ്ങനത്തെ മീനുകളിലാണ് ഏറ്റവും കൂടുതൽ ഈ വൈറ്റമിൻ എ ഉള്ളത്. പിന്നെ അതേപോലെ മുട്ടയിലുണ്ട്, അതേപോലെ ബട്ടറിലുണ്ട്, അതേപോലെ തന്നെ പലതരത്തിലുള്ള തൈരിലുണ്ട്, ക്യാരറ്റിലൊക്കെ ഒരുപാട് കൂടുതൽ വൈറ്റമിൻ എ റിച്ച് കണ്ടന്റ് ഉണ്ട്. അതേപോലെ പാലിലുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് നെല്ലിക്ക, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നെല്ലിക്കയൊക്കെ നമ്മൾ ഡെയിലി ഓരോ നെല്ലിക്ക വീതം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കാനായിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെല്ലിക്ക വളരെ നല്ലതാണ്. അതുപോലെ ഡേറ്റ്സ് നല്ലതാണ്. അതുപോലെ പഴങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓറഞ്ച്, അങ്ങനത്തെ നേന്ത്രപ്പഴം, ഇതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ പരിപ്പ്, പയറുവർഗ്ഗങ്ങള്, അതേപോലെ മുരിങ്ങയില, ചീരയില, ഇതൊക്കെ നല്ലതാണ്. സോയാബീൻ, ഓക്കെ, ഇതൊക്കെ നല്ലതാണ്. പിന്നെ മട്ടന്റെ കരള്, മട്ടനിറച്ചി എന്ന് പറയുന്ന അറിയാലോ, ആട്ടിറച്ചിയുടെ കരള്, ഇതൊക്കെ വളരെ നല്ലതാണ്. ചില കൂണുകളിൽ ഇതേപോലെ വൈറ്റമിൻ ഡിയുടെ അല്ലെങ്കിൽ വൈറ്റമിൻ എ ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെ വൈറ്റമിൻസ് കൂടുതലുള്ള ഇങ്ങനത്തെ ഫുഡുകൾ, പ്രത്യേകിച്ച് വൈറ്റമിൻ എ റിച്ച് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി കഴിക്കാൻ നോക്കുക. ഉള്ളി നല്ല രീതിയിൽ ഉൾപ്പെടുത്താം നമ്മുടെ ഫുഡുകളിൽ. അത് വളരെ നന്നായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കും. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ ഇത് കിഡ്നി സ്റ്റോൺ, യൂറിനറി സ്റ്റോൺ അങ്ങനെയൊക്കെ ആയിട്ട് മാറുന്നതും കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെ ആയുർവേദ മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന 2 മെഡിസിൻസ് ആണ് ലോഹാസവും ദ്രാക്ഷാരിഷ്ടം. അപ്പോൾ ഇത് രണ്ടും മാത്രമല്ല, ഒരുപാട് മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കും. പക്ഷെ നമ്മളത് ഓരോ വ്യക്തിയുടെ പ്രകൃതി അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന 2 മെഡിസിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ലോഹാസവും ദ്രാക്ഷാരിഷ്ടം ഒക്കെ അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിനാണ് കൊടുക്കുക. അപ്പൊ അനീമിക്, അത് ഇതിൽ അയൺ അബ്സോർപ്ഷൻ കുറയുന്നുണ്ട്. എങ്ങനെ, വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയൺ അബ്സോർപ്ഷൻ കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ 2 മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ വൈറ്റമിൻ ഡി അതേപോലെ തന്നെ അഭ്യംഗ ഓയിൽ മസാജ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ സൺലൈറ്റ് എക്സ്പോഷർ സംഭവിക്കുകയാണെങ്കിൽ അത് ആഗിരണം ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഈസി ആക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ സൺലൈറ്റ് ഇത് ആഗിരണം ചെയ്യുകയും ആ വിയർപ്പ്, മനസ്സിലായോ, അപ്പോൾ ശരീരത്തോളം എത്രത്തോളം നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ആ വിയർപ്പില് പിന്നെ പോയി കുളിക്കുന്നത് ഭയങ്കര നല്ലതാണെന്നാണ് ആയുർവേദ വിധി പ്രകാരം പറയുന്നത്. മനസ്സിലായി, ആ വേർപ്പോട് കൂടി കുളിക്കുന്നത് അല്ലെങ്കിൽ വേർപ്പൊന്ന് ആറിയിട്ട് കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണ് എന്നാണ്. അപ്പൊ അത് വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യാനും നമ്മുടെ ഈ ഓയിൽ മസാജ് അല്ലെങ്കിൽ അഭ്യംഗ ഒരുപാട് നല്ലതാണ്. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ്സുകൾ അവൈലബിൾ ആണ്. ഞാനിതിൽ കുറച്ച് ട്രീറ്റ്മെന്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി കുറയാതെ, ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു സിംറ്റം ഒക്കെ ആയിട്ട് നമ്മുടെ ക്ലിനിക്കിലേക്ക് പെട്ടെന്ന് വരുന്നത് മുടികൊഴിച്ചിലാണ് മാഡം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നമ്മളത് പിന്നെ നമ്മളെല്ലാ ട്രീറ്റ്മെന്റും ചെയ്ത് നോക്കും, പക്ഷെ ഒരു വ്യത്യാസം വരാത്ത സ്ഥിതിക്ക് നമ്മൾ അവരോട് വൈറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരും എന്ന് പറയും. അപ്പോഴാണ് അവർക്ക് വളരെയധികം കുറവ് അതിൽ കാണിക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക, ഇവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന് വിട്ട് കഴിഞ്ഞാൽ
നല്ല മാറ്റം ഇവർക്ക് ഹെയർ ഫോളിലായാലും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറി നല്ല ഗ്രോത്ത് ഹെയറിനും അതുപോലെ തന്നെ അവരുടെ ശരീരം വളരെ വെള്ളാമിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അനീമിക് ആയി പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ട്രീറ്റ്മെന്റ് എടുത്താൽ കൃത്യമായിട്ട് അവർക്ക് മാറ്റം വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ലൈക്കും കമന്റും ഒരു ഷെയർ ഒക്കെ ചെയ്യാൻ നമുക്ക് അത്രയും ഇൻസ്പിറേഷൻ ആണ് ഒരുപാട് വീഡിയോസ് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ബൈ, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.